യുദ്ധമങ്ങ് ഇറാനിലാണ് നടക്കുന്നതെങ്കിലും കോഴിക്കോട്ടെ കോയാക്കാൻ്റെ ഹോട്ടലടക്കം പൂട്ടിയ അവസ്ഥയിലാണ്. കാരണം അത്രമാത്രമാണ് പാചകവാതക പ്രതിസന്ധി. കേരളം ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ഈ പ്രതിസന്ധിയിലായ പാചകവാതക സിലിണ്ടറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി PV അൻവർ. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കൂടിയാണ് പാചകവാതക സിലിണ്ടർ. അപ്പോൾ എങ്ങനെയാണ് ഈ പാചകവാതക സിലിണ്ടർ ജനങ്ങളെ സ്വാധീനിക്കുന്നത്, വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു വരാം. അൻവർക്ക് നമസ്കാരം. നമുക്കൊരു തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഇടയ്ക്ക് ഒരു പാചകവാതക വിശേഷമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വല്ലാത്തൊരു ചിഹ്നമാണല്ലോ പാചകവാതകം. എന്താ ഇതിൻ്റെ ഒരു അല്ല, വല്ലാത്ത ചിഹ്നമല്ല. ഏറ്റവും അത്യാവശ്യമായ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിലെ 98% ആളുകളും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഗ്യാസ് സിലിണ്ടർ. പാചകവാതക സിലിണ്ടറുകൾ എണ്ണം കുറയുന്നു, കിട്ടാതാവുന്നു, വില ഓരോ ദിവസവും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലായി നിൽക്കുകയാണ്, ആശങ്കയിലാണ് ഗ്യാസിനെ കുറിച്ച്, സിലിണ്ടറിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന 4 അപരന്മാരെയാണ് എനിക്ക് വെച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്തതാണ് 4 അപരന്മാർ. അപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ വാചകമൊക്കെ അടിച്ച് നടക്കുന്നുണ്ട്, വലിയ വോട്ടിന് ജയിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തുകയാണ്. തോറ്റുവെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും നാട്ടിലൂടെ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ അദ്ദേഹം 4.5 വർഷം ഇവിടെ അടിസ്ഥാന വിഷയത്തിൽ ഒന്നിനും ഇടപെട്ടിട്ടില്ല എന്നുള്ള കൃത്യമായ ബോധ്യപ്പെടൽ ജനങ്ങൾക്കുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. തോൽവി കണക്കാക്കിയിട്ടാണ് ഈ അപരന്മാരെ വെച്ച് ജനങ്ങളെ, ജനാധിപത്യത്തെ വഞ്ചിച്ച് വോട്ട് വാങ്ങാൻ. എനിക്ക് വോട്ട് ചെയ്യുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാനെടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണല്ലോ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടുകൾ വളഞ്ഞ വഴിയിലൂടെ ഇപ്പോൾ റീൽസ് ഇട്ട ആളുകളെ പറ്റിക്കുന്ന അതേ രീതി വോട്ടിലും ആ തട്ടിപ്പ് നടത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ അപരന്മാർ ഉള്ളതല്ലേ? അതെ, അത് കേരളത്തിൽ ഇപ്പോൾ 5 തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പരിശോധിച്ചു. ഇത്രയും 2 അപരിലധികം ഇതുവരെ വന്നിട്ടില്ല. 4 എണ്ണമാണ്, 6 എണ്ണമായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത്. 2 പേര് രാവിലെ പിന്മാറി. നമ്മൾ ആ വിവരം അറിഞ്ഞിട്ട് അവരോട് നമ്മൾ ആളുകൾ സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പിന്മാറി. അല്ലെങ്കിൽ 6 അപരന്മാരുണ്ടാവുമായിരുന്നു. അതെ അതെ അല്ലേ. ഈ പാചകവാതകത്തിൻ്റെ ചിഹ്നം നമ്മൾ ചോദിച്ചു വാങ്ങിയതാണോ? ചോദിച്ചു വാങ്ങിയത്. നമ്മൾ പ്രിഫറൻസ് ആണല്ലോ, പ്രിഫർ ചെയ്ത് വാങ്ങിയതാണ് അല്ലേ? ഇത് ഏത് തരത്തിലാണ് വോട്ടർമാരെ സ്വാധീനിക്കുക? അല്ല, വോട്ടർമാരെ എല്ലാ തരത്തിലും സ്വാധീനിക്കുക. ഈ അപരന്മാരിലേക്ക് വോട്ട് പോകുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചിഹ്നത്തിന് പ്രാധാന്യം. PV അൻവറിനേക്കാളും പ്രാധാന്യം ചിഹ്നത്തിനാക്കി മാറ്റുകയാണ്. അത് നമുക്ക് സാധിക്കും. കാരണം 5 അൻവർമാരാണ്, ആകെ 8 സ്ഥാനാർത്ഥികളല്ലത്. 100% അപരന്മാർ. മരുമോനിസം, പിണറായിസം, ഇതിനെതിരെ ഒരു പോരാട്ടമാണ് താങ്കൾ. അതിവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആ രാഷ്ട്രീയം കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പിണറായിസത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും വലിയ അഴിമതികൾക്ക് വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ജനങ്ങൾ ചർച്ച ചെയ്യും. ആ ഏകാധിപത്യം, ആ കുടുംബാധിപത്യം ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. മുഹമ്മദ് റിയാസ് ഒന്ന് പേടിച്ചിട്ടുണ്ടോ നിങ്ങൾ വന്നേരം? അല്ലെങ്കിൽ ഇപ്പോൾ ഈ 4 അപരന്മാരെ വെക്കുന്നത്, നിങ്ങൾ ചോദിക്കുക എന്തിനാണ് 4 അപരന്മാരെ വെച്ചതെന്ന്? പേടിച്ച് ഓടുകയല്ലേ ജനങ്ങളല്ലേ? ജനങ്ങളുടെ സ്വഭാവം അദ്ദേഹത്തിന് മനസ്സിലായി. അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. ഇദ്ദേഹം ഒരു വഞ്ചകനാണ് എന്ന് ഈ ജനങ്ങൾ തിരിച്ചറിയാണ് വോട്ടർമാർ. ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തി ജനങ്ങളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബേജാറ്, അതുകൊണ്ടാണ് ഈ അപരന്മാർ, അതുകൊണ്ടാണ് രാവിലെ 6 മണിക്ക് ഈ പുറത്ത് പോയിരിക്കുന്നത്. വലിയ സപ്പോർട്ടാണോ ഉള്ളത്? ഭയങ്കരമായ സപ്പോർട്ടാണ്. ഞാനൊരു 10-75,000 ആളുകൾക്ക്, ഞാൻ 3 മാസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, 75,000 ആളുകൾക്കാണെങ്കിൽ ഞാൻ ക്ഷയിക്കാൻ ചെയ്തിട്ടുണ്ടാവും. ഒരു 10-30,000 ആളുകളോട് ഞാൻ സംവദിച്ചിട്ടുണ്ട്. എന്താ ജനങ്ങളുടെ റിപ്ലൈ എന്താ? വളരെ പോസിറ്റീവാണ്. മാറണം, ബേപ്പൂർ ഞങ്ങൾ മാറ്റും, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ എന്നാണ് മനുഷ്യന്മാർ പറയുന്നത്.